എല്ലാവർക്കും നമസ്കാരം. ലവ്ലി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കുറച്ച് കാലമായിട്ടുണ്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് പലവിധ കാരണങ്ങളാൽ വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റാതെയായി. ഇന്നിപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞൻ്റെയും നീലിയുടെയും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് കുഞ്ഞനാണ്, എൻ്റെ കോളറിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ് കുഞ്ഞൻ. മറ്റത് നീലിയാണ്. നീലി മുട്ടയിട്ടിട്ട് ഇരിക്കുകയാണ്. അവൾ മുട്ടയിട്ട സമയത്ത് അങ്ങനെ പുറത്തേക്ക് വരാറില്ല. ഇപ്പം എന്താ അവൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവരൊക്കെ കൂട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ വിശേഷങ്ങളായിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. കുഞ്ഞൻ എൻ്റെ കോളറിൻ്റെ ഉള്ളിൽ പോയാലേ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അവനത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഫോൺ കുറച്ച് അകലം പിടിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഫോൺ അലർജിയാണ്. പ്രത്യേകിച്ച് കുഞ്ഞിന് ഫോൺ ഭയങ്കര അലർജിയാണ്. ഫോൺ കണ്ടു കഴിഞ്ഞാൽ അവൻ വല്ലാതെ ഞങ്ങളെ ഉപദ്രവിക്കും. അവൻ കൊത്തൊക്കെ ചെയ്യും ഫോൺ കണ്ടു കഴിഞ്ഞാൽ. ഇതിപ്പോൾ അവൻ ഫോൺ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അവൻ ആ കോളറിൻ്റെ ഉള്ളിൽ പോയി കളിക്കാനാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല മഴയാണ് കേട്ടോ. ഒരു മഴയുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ ഇവരുടെ ഫുഡ് ഒക്കെ തയ്യാറാക്കിയിട്ട് ഇവർക്ക് ഫുഡ് കൊടുക്കാൻ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ മഴ കണ്ടപ്പോൾ ഞാൻ മഴ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. ഇതാണ് ഇവരുടെ ഫുഡ്. ഗോതമ്പ് കുതിർത്തിയതും അതുപോലെ കുറച്ച് ഉപ്മാവുണ്ട്, പിന്നെ പേരയ്ക്ക സ്ലൈസ് ആക്കിയതുണ്ട്, പിന്നെ കുറച്ച് മുട്ട പുഴുങ്ങിയതിൻ്റെ കുറച്ചുണ്ട് കേട്ടോ. അതാണ് അവർക്കിന്ന് ഫുഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ കൂട്ടിലേക്ക് ഞാൻ വന്ന് അവരുടെ ഫുഡ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഓരോരുത്തരുടെ കൂട് തുറന്നിട്ട് അവരുടെ ഇന്നലെ വെച്ച് കൊടുത്തിട്ടുള്ള ഫുഡ് എടുത്ത് മാറ്റിയിട്ട് വേണം അവർക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ കൂടുകളൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇത് 3 കുട്ടികളാണ് കേട്ടോ. ഈ പറക്കുന്നവർ 3 കുട്ടികളാണ്. അവർക്കൊരു 4 മാസമായിട്ടുണ്ട്. അപ്പോൾ അവരെ ഞാൻ തുറന്ന് വിട്ടിരിക്കുകയാണ്. അവർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ താഴത്തെ ഒരു കൂട്ടിൽ നമ്മുടെ കുഞ്ഞനും നീലയുണ്ട്. വേറെ കൂട്ടിൽ ചക്കിയും ശങ്കരനും ഉണ്ട് കേട്ടോ. അവർ മുട്ടയിട്ടിട്ടുണ്ട്. 2 പെയറുകളാണ് അവരിപ്പോൾ മുട്ടയിട്ട് എഗ്ഗ് ചെയ്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ അധികം അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അവർ എഗ്ഗ് ചെയ്തിട്ട് ഇരിക്കുന്ന സമയമായതുകൊണ്ട് അപ്പോൾ ഞാൻ അധികം ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ല. ഞാൻ ഈ പേരക്കയുടെ കുരുവാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കേട്ടോ. അപ്പോൾ ഓരോരോ കുരു ഞാൻ എൻ്റെ വിരലിലെടുത്തിട്ട് അവരുടെ വായയിൽ വെച്ച് കൊടുക്കുകയാണ്. അതവർക്ക് നല്ല ഇഷ്ടമാണ്. അവർക്ക് കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞനും നീലിയാണ് നമുക്ക് ആദ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ. അപ്പോൾ അവർ ഞങ്ങളായിട്ട് നന്നായി ഇണങ്ങിയിട്ടുള്ളവരാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് കഴിക്കാനാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഫുഡ് കൊടുക്കുമ്പോൾ അവരത് വന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞനെയും നീലിനെയും ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 വർഷത്തോളം ആയിട്ടുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചക്കീനെയും ശങ്കരനെയും കിട്ടിയത്. പിന്നെ ഉണ്ടായവരൊക്കെ അവരുടെ മക്കളാണ് കേട്ടോ. അപ്പോൾ മക്കളിനെയൊക്കെ ഞങ്ങൾ കുറച്ച് വലുതാകുമ്പോൾ കൊടുക്കും. ഇപ്പോഴുള്ള കുട്ടികൾക്കൊരു 4 മാസം കഴിഞ്ഞിട്ടുണ്ട്, 4-5 മാസം കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ DNA എടുക്കാറായിട്ടുണ്ട്. അവരിടയ്ക്ക് ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടത്. ഇത് നീലിയാണ്. അപ്പുറത്തിരിക്കുന്നതാണ് ചക്കിയുടെ കാലിന് ചെറിയൊരു ചെണ്ണ പോലെയുണ്ട്. ഇത് ഒരു ചെറിയൊരു കുട്ടിയാണ് കേട്ടോ. ഒരു കുട്ടിയാണ്. അവളും എന്നെയായിട്ട് കുറച്ച് ഇണങ്ങിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് അവൾ ഫുഡൊക്കെ മേടിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ കുഞ്ഞൻ സമ്മതിക്കുന്നില്ല. അവൾക്ക് കൊടുക്കുമ്പോഴേക്കും കുഞ്ഞൻ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ്. ആ ബാക്കിൽ കബോർഡിൻ്റെ മുകളിലിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ക്രിസ്മസ് ട്രീ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് ഞങ്ങൾ ദുബായിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നുള്ള ക്രിസ്മസ് ട്രീ ആണ്. ഏകദേശം ഒരു 10-15 വർഷമായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. അതൊരു പ്രത്യേക മോഡലൊരു ട്രീ ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കളയാൻ തോന്നുന്നില്ല. അപ്പോൾ അത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓരോ ക്രിസ്മസ് ആകുമ്പോഴേക്കും ഞങ്ങളത് പൊടി തട്ടി താഴെ ഇറക്കും. ഈ ഒരു റൂം ഞങ്ങൾ ഇവർക്കായിട്ട് മാറ്റി വെച്ചിരിക്കാനായിട്ട്. അപ്പോൾ 3 കൂടുണ്ട് ഈ റൂമിൻ്റെ ഉള്ളിൽ. അപ്പോൾ 2 പെയറും പിന്നെ 3 കുട്ടികളും കൂടിയിട്ട്
ഒരു ഒരു കൂടിലും. അങ്ങനെ 3 കൂടാണ്. ഓരോ കൂടിൻ്റെ ഉള്ളിൽ നമ്മൾ ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ബ്രീഡിംഗ് ബോക്സിലാണ് ഇവർ മുട്ടയിടുക. കളഞ്ഞില്ലേ എഗ്ഗ് കളഞ്ഞോ? എന്നാ കുട്ടിക്കുന്ന ചക്കിക്കുന്ന ഉമ്മ തന്നെ ഉമ്മ 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 ആ ഉമ്മ 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 ഉമ്മ. ഇതിൽ കുഞ്ഞൻ എനിക്ക് എപ്പോഴും ഉമ്മ തരും കേട്ടോ. ഉമ്മ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഉമ്മ തരും. അതവൻ ചെറുപ്പം മുതലേ അത് പഠിച്ചിട്ടുള്ളതാണ്. ഉമ്മ തരുമ്പോൾ ഒരു ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാക്കും അവൻ. അങ്ങനെയാണ് ഉമ്മ തരിക. ബാക്കി ആരും ഉമ്മ തരില്ല കേട്ടോ. കുഞ്ഞിനോട് ഉമ്മ ചോദിക്കുമ്പോഴേക്കും അവൻ വന്നത് ഉമ്മ തരും. എല്ലാവരും മുകളിൽ കയറിയിട്ടുണ്ട്. എല്ലാവരും കേജിൻ്റെ മുകളിലിരിക്കുകയാണ്. കുട്ടികളും അതുപോലെ വലിയവരൊക്കെ കൂടിയിട്ട് കേജിൻ്റെ മുകളിലിരിക്കുകയാണ്. മുട്ടയിട്ടവരൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. സാധാരണ മുട്ടയിട്ട് കഴിഞ്ഞാൽ അവർ പുറത്ത് വരാറില്ല. ഇപ്പം മുട്ടയിട്ടത് അവർ പുറത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ അവർക്ക് കൊടുക്കുന്ന ഫുഡുകളാണ് കേട്ടോ. ഇത് ഉച്ച തിരിഞ്ഞ് കൊടുക്കുന്ന സീഡുകളാണ്. അത് സൺഫ്ലവർ സീഡുണ്ട്, അതുപോലെ അവരുടെ കൊണൂർ മിക്സ് സീഡുകളുണ്ട്. കുഞ്ഞാ എന്നാ ഇങ്ങോട്ട് വാ കുഞ്ഞങ്ങോട്ട് പോയോ ഡാ ഇങ്ങോട്ട് വാ. അവർ ഈ ഫോണും ക്യാമറയൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര എന്തോ ഒരു ഇറിറ്റേഷനൊക്കെ ആയിട്ട്, അതുകൊണ്ടാണ് അവരിങ്ങനെ പേടിച്ച് പോലെ കിടന്ന് പറക്കുന്നത്. സാധാരണ അങ്ങനെ പറക്കാറില്ല അവർ. ഇന്നിപ്പോൾ ഞാനിവിടെ ഈ ഫോണൊക്കെ പിടിച്ചിങ്ങനെ ക്യാമറയൊക്കെ ആയിട്ട് നടക്കല്ലേ, അത് കണ്ടപ്പോൾ അവർക്ക് പേടിയായി തോന്നുന്നുണ്ട്. വേഗം പോ, കൂട്ടിലേക്ക് പോ. അപ്പൊ ചൂടെടുക്കണം. വേഗം കൂട്ടിലേക്ക് പോയേ. കുഞ്ഞൻ കൂട്ടിച്ചു പോ. കുഞ്ഞിൻ്റെ കൂടെ എവിടെയാ? വേഗം കൂട്ടിച്ചു പോയോ. കൂട്ടിലേക്ക് പോക്കോ. കുഞ്ഞൻ കൂട്ടിലേക്ക് പോക്കോ. അങ്ങനെ നീ എവിടേക്ക് പോണ്ടി? ഇത് നിന്റെ കൂടാണോ? പോയി അവള്. നീ എന്തിനാ പോയേ? അവിടെ പുറത്തേക്ക് പോ. അത് നിന്റെ കൂടെ അല്ല കേട്ടോ. ഇങ്ങനെ വന്ന് പേടിച്ചു വന്ന് നല്ല ഉമ്മയുണ്ട് കേട്ടോ. അങ്ങനെ തരണം കേട്ടോ ഉമ്മ. അങ്ങനെ എന്നെ ഉമ്മ തരണം കേട്ടോ. അങ്ങനെ എന്നെ ഉമ്മ തരണം. അങ്ങനെ എന്നെ ഉമ്മ തരണം കേട്ടോ. ഇനി ഉമ്മ തരണ്ട. ഒച്ച ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഉമ്മ തരുമ്പോൾ. ഉമ്മ തരണ്ട കേട്ടോ. ഒരു മണി തന്നെ ഒച്ച ഉണ്ടാക്കിയിട്ട് ഉമ്മ തരാം കേട്ടോ. ഇനി കൂട്ടി പോവാ. ഇവിടെ ഒരാൾ വന്നിരിച്ചിട്ടുണ്ടല്ലോ. പപ്പയുടെ കൈ കടിച്ചാണോ പറഞ്ഞു? ഇവരോടൊക്കെ ബൈ പറഞ്ഞ നമ്മൾ പോവാന്ന് പറഞ്ഞ മാല വേണം. പപ്പയുടെ മാല വേണം. മാല എടുത്തോ. വേണ്ടേ? മാല വേണ്ടേ? എന്താണ്?
അത് ഉള്ളിലേക്കിട്ടില്ലേ? പപ്പ ഉള്ളിലേക്കിട്ടു. ഇതാ. ആ ആ അപ്പോൾ ഉള്ളിലേക്കിടുക. ഉള്ളിലേക്കിട്ടു. ഇവിടേക്ക് വന്നു. അപ്പോൾ മാല പോയി ഇട്ടാ. കണ്ണാടി എടുക്കരുത്. കൊത്തരുത്. ആ ഉമ്മതായോ? ഉമ്മ തരുന്നില്ല. ഒന്ന് ഉറങ്ങിക്കോ. അവിടെ ഇരുന്ന് ഉറങ്ങിക്കോ. കുട്ടി അവിടെ ഇരുന്ന് ഉറങ്ങിക്കോ. കുഞ്ഞവിടെ ഇരുന്ന് ഉറങ്ങിക്കോ. ആ ഷോൾഡറിൽ ഇരുന്ന് ഉറങ്ങിക്കോ. പപ്പയുടെ ഷോൾഡറിൽ ഇരുന്ന് ഉറങ്ങിക്കോ. വേണം ഷോൾഡറിൽ ഇരുന്ന് ഉറങ്ങണം. കൂട്ടി പോവാം നമുക്ക്. കൂട്ടി പോവാ. മതി. കൂട്ടിട്ട് പോയി പൊക്കോ. കൂട്ടിലിച്ച് പോയി. ഇങ്ങോട്ട് വന്ന്. എന്ത് വേണം? മതി. കുഞ്ഞൻ വന്ന് കൂട്ടിച്ച് പോവാ. കുഞ്ഞനെന്നാ കൂട്ടിലേക്ക് പൊക്കോ. വേഗം പൊക്കോ. കുട്ടിയുടെ കൂട്ടിലേക്ക് പൊക്കോ. ഓക്കെ. ഗുഡ് ബോയ്. ഓക്കെ. ഗുഡ് ബോയ്. ഇനി ഞാൻ എല്ലാവരും കൂട്ടിലാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരെ കൂട്ടിലാക്കാൻ കുറച്ച് പണിയുണ്ട്. കുഞ്ഞനും നീലിയും പെട്ടെന്ന് കയറും. പിന്നെ ചക്കിയും ചങ്കരനും കയറും. കുട്ടികൾ അധികം പരിചയമായിട്ടില്ല അവർക്ക് കൂട്ടിൽ കയറാനായിട്ട്. അതുകൊണ്ട് അവർ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവരെ കൂട്ടിലാക്കാനായിട്ട്. അവർ മുകളിലേക്ക് പറന്നുകൊണ്ടിരിക്കുക. കുഞ്ഞനും നീലി ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ അവരുടെ എഗ്ഗൊന്ന് കാണിച്ചു തരാം കേട്ടോ. അവരിതാ നീലി 4 എഗ്ഗാണ് ഇട്ടിട്ടുള്ളത്. ഇത് അവരുടെ ബ്രീഡിംഗ് ബോക്സിൻ്റെ സൈഡിൽ തുറക്കാൻ പറ്റും. അത് ഞാൻ സൈഡ് തുറന്ന് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട്. ഇതാണ് അവർ എഗ്ഗ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 4 എഗ്ഗ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 20-22 ദിവസമായി കഴിഞ്ഞാൽ അത് വിരിയും, കുട്ടികളാവും. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞാലാണ് പിന്നെ അടുത്ത എഗ്ഗ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അവരത്. മഴ ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ മഴ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴയുടെ ഒരു ഭാഗം ഞാൻ വീണ്ടും എടുത്തതാണ്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കിളിക്കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങൾ. കുറേ കാലമായിട്ട് നമ്മൾ കിളിക്കുഞ്ഞുങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടൊന്ന് വന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അപ്പോൾ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഞങ്ങൾക്ക് ഇനി നിങ്ങളുടെ സഹകരണം, പ്രോത്സാഹനമൊക്കെ ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു.